ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യ ആരാധനാ സമയം നമ്മൾ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അളക്കുന്നത് അൾത്താരയുമായുള്ള എൻ്റെ അടുപ്പത്തെയാണ്. ഞാൻ എത്രമാത്രം അൾത്താരയോട് അടുത്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അൾത്താരയിൽ നിന്ന് അകന്നാണോ ജീവിക്കുന്നത്? സങ്കീർത്തനം 84 തീർത്ഥാടകനായ സങ്കീർത്തകൻ ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്: കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. ഈ തീർത്ഥാടകൻ്റെ വരികളുടെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം ദേവാലയം സന്ദർശിക്കുക എന്നത് വലിയൊരു സ്വപ്നമാണ്. അത് വർഷത്തിൽ ഒരിക്കലുള്ള ആ തീർത്ഥാടനത്തിൽ വളരെ ദുർഘടമായ യാത്ര പേറി അവൻ അവസാനം ഈ ദേവാലയം കാണുമ്പോൾ ഇതേ സങ്കീർത്തനത്തിൽ പറയുന്നു, അങ്ങയുടെ ദേവാലയത്തിലെത്താൻ എൻ്റെ ഹൃദയം വാഞ്ചിക്കുന്നുവെന്ന്. അപ്പോൾ അത്രമാത്രം ആഗ്രഹത്തോടുകൂടി ആ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ നിസാരമെന്ന് തോന്നുന്ന കുരുകിൽ പക്ഷിയും മീവൽ പക്ഷിയും അൾത്താരയിൽ കൂടുകൂട്ടിയിരിക്കുന്നു. എത്ര അസൂയ ഉണർത്തുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ തീർത്ഥാടകനായ സങ്കീർത്തകന് തിരികെ പോകണം, അവൻ്റെ ജീവിതത്തിൻ്റെ തിരക്കിലേക്ക് തിരികെ പോകണം. അവന് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ ദൈവത്തിനോട് ചേർന്നിരിക്കാൻ അവന് അധികം സമയം കിട്ടുന്നില്ല. അങ്ങനെയുള്ള തീർത്ഥാടകൻ്റെ വിശുദ്ധമായ അസൂയയാണ് ഈ പക്ഷികളോടുള്ള അസൂയ. കുരുകിൽ പക്ഷി, മീവൽ പക്ഷി, നിങ്ങൾ എത്രയോ ഭാഗ്യവാൻ, കാരണം നിങ്ങളുടെ കൂട് അൾത്താരയ്ക്കുള്ളിലാണല്ലോ. അപ്പോൾ അൾത്താരയോട് ചേർന്നതാണോ എൻ്റെ കുടുംബം? അൾത്താരയോട് അടുത്ത് നിൽക്കുന്നതാണോ എൻ്റെ ജീവിതം? സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഫിലോസഫി പഠിക്കുന്നൊരു സമയത്ത് അച്ഛനന്ന് നാടകം എഴുതാറുണ്ട്. അപ്പോൾ ഈ 3 ബാച്ചുകാർ ഒരുമിച്ചാണ്. മറ്റ് ബാച്ചിലുള്ള
വേറൊരു ബ്രദറും നാടകം എഴുതും. രണ്ടുപേരും ഇപ്പോൾ അച്ഛന്മാരാണ്. അപ്പോൾ അന്ന് വലിയൊരു ഫങ്ഷന് ഞങ്ങളുടെ ഗുരുവച്ചൻ പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഒരു നാടകം എഴുത്. ഞാൻ നാടകം എഴുത്ത് തുടങ്ങി. ഞാൻ അറിഞ്ഞിട്ടില്ല, മറ്റേ ബ്രദറും നാടകം എഴുത്ത് തുടങ്ങി. ആ രണ്ടുപേരും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ, ഏത് സെലക്ട് ചെയ്യും. അപ്പോൾ കുറേ പേര് എൻ്റെ സൈഡ്, കുറച്ച് പേര് ആ ബ്രദറിൻ്റെ സൈഡ്. അങ്ങനെ ഒരു യുദ്ധക്കളം പോലെ ആകുകയാണ്. ആരുടെ നാടകം തിരഞ്ഞെടുക്കും? ഞങ്ങളുടെ ഗുരുവച്ചൻ വളരെ പണ്ഡിതനാണ് അദ്ദേഹം. ആ കുട്ടികൾ പറഞ്ഞ് അച്ഛൻ തീരുമാനിക്കട്ടെ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയി വളരെ അഭിമാനത്തോടെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്. അച്ഛനൊന്ന് ഓടിച്ച് വായിച്ചിട്ട് പറഞ്ഞു, കൊള്ളാല്ല മോനെ, ഒറ്റ കീറല്. രണ്ടും കീറിക്കളഞ്ഞു, തുണ്ടം തുണ്ടമായി കീറി ചവറ്റുകുട്ടയിലിട്ടിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങളിവിടെ വന്നത് പപ്പാഞ്ഞിക്കളി കളിക്കാനല്ല, അൾത്താരയോട് അടുത്ത് നിൽക്കാൻ വന്നവരാണ്. സ്റ്റേജിൽ വന്നവരല്ല, സ്റ്റേജിനോട് കയറി പെർഫോം ചെയ്യാൻ വന്നവരല്ല നിങ്ങൾ. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ദിശാബോധം തിരികെ നൽകിയാണ്. ഞങ്ങളൊരു പെർഫോമൻസ്, വൈദികൻ എന്ന് പറയുന്നത് പെർഫോമർ അല്ല, മറിച്ച് അവൻ അർപ്പകനാണ്, ബലിയോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് എന്ന് അച്ഛൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അച്ഛൻ പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു നാടകം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ഒരു കൂട്ടുകെട്ടിൽ എഴുതിയൊരു നാടകമാണ് പിന്നീട് കളിച്ചത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ആൾത്താരയിൽ നിന്ന് എപ്പോഴെല്ലാം നമ്മുടെ ജീവിതം അകന്നു പോകുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാകപ്പിഴകൾ വന്നു പോകും. ആൾത്താരയിൽ കുരുങ്ങിക്കിടക്കുന്നതായിരിക്കണം എൻ്റെ ജീവിതം. വിശുദ്ധ മോനിക്ക തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കറിയാം. കുംഭസാരം എന്ന പുസ്തകത്തിൽ അഗസ്തീനോസ് തൻ്റെ അമ്മയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ അമ്മ അൾത്താരയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്നൊന്നും ദൈവം കേട്ടില്ല. എങ്കിലും അൾത്താരയിൽ നിന്ന് അടർന്നു പോകാതെ അള്ളിപ്പിടിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാനസാന്തരം. പിന്നീട് ഈ അമ്മ മരിക്കാറായി, മരണശൈലിയിൽ കിടക്കുമ്പോൾ അഗസ്റ്റിനും സഹോദരനും ഒരു സംശയം, അമ്മയുടെ മൃതശരീരം എവിടെയാണ് അടക്കം ചെയ്യേണ്ടത്? അവർ ആ സമയത്ത് മറ്റൊരു രാജ്യത്തിലാണ്. അപ്പോൾ ഇനി സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി അടക്കണമോ? അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാൻ ഒരു മടി. അമ്മ മരിക്കാറായി കിടക്കുകയാണ്. പക്ഷേ ഈ വിശുദ്ധയായ അമ്മ ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് രണ്ട് മക്കളെയും വിളിച്ചു. ഒന്ന് വൈദികനാണ്. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, മകനെ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം നീ എവിടെ വേണമെങ്കിലും അടക്കിക്കോളൂ, അതൊരു വിഷയമല്ല. പക്ഷേ ഒന്ന് പ്രധാനമാണ്, നീ അൾത്താരയിലായിരിക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നീ അൾത്താരയിലായിരിക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നീ ലോകത്ത് എവിടെയാണെങ്കിലും അൾത്താരയിൽ നിൽക്കുമ്പോൾ നിൻ്റെ അമ്മയെ നീ ഓർക്കണമേ എന്ന് അഗസ്റ്റിനോട് പറയുന്ന വിശുദ്ധ മോനിക്ക. അപ്പോൾ സ്നേഹമുള്ളവരെ, മരണശേഷവും അൾത്താരയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതമായി മാറാൻ വിശുദ്ധ മോനിക്ക ആഗ്രഹിച്ചു എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സിസ്റ്റർ, സന്യാസിനി, വീട്ടിൽ വെക്കേഷൻ ചെയ്യുന്നു. സിസ്റ്റർ ഇതൊരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു അനുഭവമാണ്. സിസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകുന്നത് ഇടവക പള്ളിയിലാണല്ലോ, വെക്കേഷൻ ടൈമാണ്. സിസ്റ്റർ രാവിലത്തെ കുർബാനയ്ക്ക് പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ സിസ്റ്ററിൻ്റെ
രോഗിയായ അപ്പച്ചൻ അതിനേക്കാളും നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നിർത്താതെയുള്ള ചുമയാണ്. ഉടനെ സിസ്റ്റർ ഈ ഉടുപ്പിട്ട അധികാരത്തോടുകൂടി അപ്പനെ സ്നേഹത്തോടുകൂടി ശാസിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പനെങ്ങാലോ ഓടിയിരിക്ക്, ഈ ചുമച്ചുകൊണ്ട് എന്തിനാണ് പള്ളിയിലേക്ക് പോകുന്നത്? അപ്പോൾ ആ അപ്പൻ മകളോട് പറയാണ്, മകളെ, നീ കോൺവെൻറ്റിൽ ചേർന്ന നിമിഷം തുടങ്ങി ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ പള്ളിയിൽ പോകുന്നത് മുടക്കിയിട്ടില്ല. എന്തിനാണെന്നറിയാമോ? നിന്റെ ദൈവവിളിയിൽ നീ സ്ഥിരതയോടുകൂടി നിൽക്കുന്നതിന് ആണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്. കന്യാസ്ത്രീയാകാൻ പോയ തൻ്റെ മകൾക്ക് വേണ്ടി രോഗാവസ്ഥയിലും ആൾത്താരയിലേക്ക് ഓടുന്ന ഒരു അപ്പച്ചൻ്റെ ചിത്രമാണിത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം അൾത്താരയിൽ കുടുങ്ങിക്കിടക്കുന്നതാകുമ്പോൾ നാം കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാണ് അൾത്താര എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് അടുത്ത് വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തുടർന്നുള്ള ആരാധനയിലും നമുക്ക് ഭക്തിയോടുകൂടി പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം പൂജരാജാക്കന്മാരുടെ ചിത്രം. ഉണ്ണിയായ യേശുവിനെ കാണുവാൻ നാടും വീടും വിട്ട് ഇറങ്ങിയ ആ രാജാക്കന്മാർ, പൂജരാജാക്കന്മാരെന്നറിയപ്പെടുന്നവർ, അവരുടെ യാത്രയുടെ ലക്ഷ്യം തന്നെ യേശുവിനെ കണ്ട് അവനെ വണങ്ങുക എന്നുള്ളതായിരുന്നു. ആ പൂജരാജാക്കന്മാരുടെ ഹൃദയഭാവത്തോടുകൂടി നമുക്ക് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് യേശുവിനെ ആരാധിച്ച് നമുക്ക് പാടാം. യേശുനാഥനെ അങ്ങേക്ക് ആരാധന. യേശുനാഥനെ അങ്ങേക്ക് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനെ അങ്ങേക്ക് ആരാധന, പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയും സത്യത്തിലും കുടുംബത്തെ, ഞങ്ങളുടെ തൊഴിലിനെ, ജീവിതയാത്ര, വിദ്യാഭ്യാസത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ഞങ്ങൾ ഇന്നെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും സമർപ്പിക്കുകയാണ് ഈശോയെ. തിരുസാന്നിധ്യം വേണം. സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. പൂജരാജാക്കന്മാരുടെ ആരാധനയുടെ ചില പ്രത്യേകതകൾ നമ്മൾ ധ്യാനിച്ചാണ് ആരാധന നടത്തുന്നത്. ഒന്നാമതായി, ഈ പൂജരാജാക്കന്മാർ യേശുവിനെ ആരാധിച്ചത് എളിമയോടുകൂടിയാണ്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ശിശുവിനെ, അവൻ്റെ ഭാവി പോലും സുരക്ഷിതമില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ധനികരായ ഈ വിജ്ഞാനികളായ വ്യക്തികൾ യേശുവിനെ കാണുകയും, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവർ കുമ്പിട്ട് അവനെ വണങ്ങി എന്ന്. കുമ്പിടുക എന്നത് ബൈബിളിൽ എളിമയുടെ ഒരു അടയാളമാണ്. നമ്മൾ സക്രാരിയുടെ മുമ്പിൽ ദേവാലയത്തിലൊക്കെ മുട്ടുകുത്തുക, കുമ്പിടുക എന്ന് പറയുന്നത് ആ എളിമയുടെ വലിയൊരു അടയാളമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെറുതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതാണ് ഈ മുട്ടുകുത്തൽ. വിശുദ്ധ മാർട്ടിന് സാത്താൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടപ്പോൾ
മാർട്ടിൻ ശ്രദ്ധിച്ചു, സാത്താന് മുട്ടുകാലില്ല. അപ്പോൾ മാർട്ടിൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, സാത്താൻ്റെ മുട്ടുകാൽ എവിടെ പോയി? ദൈവം പറയാണ്, അവന് മുട്ടുകാലില്ല, അവൻ അഹങ്കാരിയാണ്, ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്തവനാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ദൈവീക ഭാവമായ എളിമയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പൂജരാജാക്കന്മാരെ പോലെ നമ്മുടെ എല്ലാ ഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമുക്കുള്ളതും നമ്മുടെ ഉള്ളവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പൂജരാജാക്കന്മാരോടൊപ്പം നമുക്ക് യേശുവിനെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കാം. നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ, ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ. നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ, ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ. നീ കൽപ്പിച്ചാൽ ശാന്തമായിടും ആർത്തിരയ്ക്കും കടലലകൾ. നീ കൽപ്പിച്ചാൽ ശാന്തമായിടും. ഈശോയ്ക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മളെ ശാന്തനാക്കുന്ന ഈശോ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. പൂജരാജാക്കന്മാര് യേശുവിനെ ആരാധിച്ചപ്പോൾ ഉണ്ടായ രണ്ടാമത്തെ പ്രത്യേകതയാണ് അവർ സമ്മാനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വണങ്ങി എന്നുള്ളത്. എത്ര മനോഹരമായ കാഴ്ചയാണ്. വചനം പറയുന്നുണ്ട്, അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കയും മീറയും നൽകി എന്ന് പറയുകയാണ്. ആ നിക്ഷേപ പാത്രം എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയുടെ അടയാളമാണ്. നമുക്കെല്ലാവർക്കും നിക്ഷേപ പാത്രങ്ങളുണ്ട്. നമ്മൾ പലതും ദൈവത്തിന് കൊടുത്തിട്ട് ഈ സ്വാർത്ഥതയുടെ നിക്ഷേപ പാത്രത്തിൽ നമ്മൾ ചിലതെല്ലാം മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കാതെ ആ അനന്യാസും സഫീറായും ചെയ്തതുപോലെ അവർ ഒരു ഭാഗം തങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തങ്ങളുടെ ഒരു പങ്ക് മാത്രം ദൈവത്തിന് സമർപ്പിച്ചു. എന്നാൽ അവർ ഈ നിക്ഷേപ പാത്രം തുറന്നു എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെ ഘോഷിക്കപ്പെടുകയാണ്, പ്രഘോഷിക്കപ്പെടുകയാണ്. ഈ സമ്മാനങ്ങളിലൂടെ അവർ ചെയ്യുന്നത് അവരുടെ ജീവിതം അവർ തുറന്ന ഒരു പാത്രമാക്കി വെച്ച് അത് ദൈവത്തിൻ്റെ മുമ്പിൽ തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തങ്ങളെ സമർപ്പിച്ചു. വിശുദ്ധ ജെറോം പുണ്യവാളന് ക്രിസ്മസ് രാത്രിയിൽ യേശു പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നു. ആ യേശു പറയാണ്, ജെറോമേ, ഇന്നെൻ്റെ ജന്മദിനമാണ്, നീ എനിക്ക് എന്താണ് സമ്മാനമായി നൽകുന്നത്? ജെറോം പറഞ്ഞു, ഞാനിതാ ബൈബിള് തർജിമ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള സമ്മാനം. പറഞ്ഞു, എനിക്കതല്ല വേണ്ടത്, ഞാൻ എന്ത് നൽകും, ഞാൻ ദരിദ്രനാണല്ലോ എന്ന് ജെറോം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ജെറോമേ, എനിക്ക് നിന്റെ പാപങ്ങൾ തരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ഒന്നും മറച്ചു വയ്ക്കണ്ട. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന പൂജരാജാക്കന്മാരെ പോലെ എൻ്റെ ഈശോയെ, ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന മനസ്സോടെ പൂർണ്ണമായ സമർപ്പണത്തോടെ പൂജരാജാക്കന്മാരോടൊപ്പം യേശുവിനെയും നമുക്ക് വണങ്ങി ആരാധിക്കാം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ, ജീവന്റെ ജീവനായ യേശുവേ സ്തുതിച്ചുകൊണ്ട് സ്വന്തമേ ഈശോയെ എന്നേശുവേ എല്ലാം ഇതാ സമർപ്പിക്കുകയാണ്. ജീവനേ, യേശുവേ, എൻ്റെ പാപങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ കഴിഞ്ഞകാല ജീവിതം എല്ലാം ഈശോയെ സമർപ്പിക്കുകയാണ്. എൻ്റെ വേദനകള് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷമ ചോദിക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഈശോയെ എൻ്റെ എല്ലാ മുറിവുകളിലേക്കും കുറവുകളിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് വീശി സമർപ്പിച്ച് പാടിക്കേ.
രാജാക്കന്മാര് മൂന്നാമതായി ഈശോയെ ആരാധിച്ചത് അനുസരിച്ചുകൊണ്ടാണ്. 12-ാം തിരുവചനത്തില് നമ്മൾ 2-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 2:12 വായിക്കുന്നു. അവർക്ക് ഉണ്ടായ സ്വപ്നത്തിലുണ്ടായ മുന്നറിയിപ്പ് അവര് അനുസരിച്ച് ലഭിച്ചതനുസരിച്ച് മറ്റൊരു വഴിയെ അവർ പോയി എന്ന്. യേശുവിനെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റം വരും. അവര് പാപകരമായ പഴയ വഴികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ വഴിയിലൂടെ കടന്നു പോകുന്നവരാണ് അവര്. അപ്പോൾ നമുക്കറിയാം GPS സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഗോഡ് പൊസിഷനിങ് സിസ്റ്റമാണ്. ദൈവം ആണ് നമ്മളെ പൊസിഷൻ ചെയ്യുന്നത്. നീ എങ്ങോട്ട് തിരിയണം, വലത്തോട്ടോ ഇടത്തോട്ടോ പോകണമോ, ദൈവം പറയുന്നു. അതുപോലൊരു ജീവിതമായി മാറുന്നു നമ്മൾ ആരാധിക്കുമ്പോൾ. അപ്പോൾ പൂജരാജാക്കന്മാരെ പോലെ ദൈവവചനം അനുസരിച്ച് ആരാധന എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു നാഴികക്കല്ലായി മാറിക്കൊണ്ട് ഈശോയെ എന്നെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചേർന്ന് പാടാം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ, ജീവന്റെ എല്ലാ അടിപ്പെട്ട അവസ്ഥകളെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. എൻ്റെ എല്ലാ തഴക്ക ദോഷങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങേക്ക് പ്രിയപ്പെട്ട മകനായി മകളായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ പഠിക്കുന്ന ആലയങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്യാപകരെ, എല്ലാ രോഗികളായ വ്യക്തികള്, കോവിഡ് രോഗത്തിനടിപ്പെട്ട വ്യക്തികള്, എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പുതുവർഷം ഞങ്ങൾ കൂടുതൽ പദ്ധതികൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കട്ടെ. ഞങ്ങൾക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങളെല്ലാം ഈ വർഷം അങ്ങയുടെ മഹത്വത്തിനായി നടത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. 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 പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.